ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ ആറായില്ലേ. അപ്പോൾ നമ്മുടെ റമദാൻ ആറിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമ്മുടെ മൈദ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊറാട്ടൻ്റെ കൂട്ടൊക്കെ റെഡിയാക്കി തരുന്നത് നമ്മുടെ ഉപ്പയാണ് കേട്ടോ. അങ്ങനെതാ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അളവൊന്നും എനിക്കറിയില്ല, ഇപ്പം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു കയ്യാളായിട്ട് നേരെ നിന്നെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള 2 കോഴിമുട്ട നല്ലോണം അതിൽ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വെച്ച് നമ്മുടെ മൈദപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മൈദപ്പൊടി അപ്പോൾ നല്ലോണം അത് മിക്സ് ചെയ്ത് കട്ടൊക്കെ ഒഴിവാക്കി നല്ല ഇതിൽ കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ വീട്ടിലുണ്ടായിരുന്ന മൈദപ്പൊടിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന മൈദപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നെക്സ്റ്റ് ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന മൈദേന് ബാക്കി അതിലേക്ക് ബാലൻസ് നമ്മൾ ആഡ് ചെയ്തത്. അതെടുത്ത ടൈമിൽ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് അപ്പോൾ പേര് നോക്കിയപ്പോൾ മൈദ എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ അത് അരിപ്പൊടിയായിരുന്നു. അത് എങ്ങനെ നമുക്ക് രണ്ടിനും 2 ടെസ്റ്ററാണല്ലോ. മൈദക്കും അരിപ്പൊടിക്കും നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് കണ്ടപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. തന്നെ നമ്മൾ 2-3 ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ അത് അരിപ്പൊടിയാണെന്ന് തന്നെ അവരും പറഞ്ഞത്. അങ്ങനെ പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ മൈദ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊറാട്ടയ്ക്ക് കൂട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മുടെ ഡൗട്ട് ക്ലിയർ ആയത്. പിന്നെ ഇപ്പോൾ സാരില്ല എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ പൊറോട്ടകളെ മിക്സൊക്കെ റെഡിയാക്കി അതിന് മേലെ ഓയിലൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ബോൾസ് ചെയ്തെടുക്കാം. പിന്നെ 2-3 മണിക്കൂറിന് ശേഷം നമ്മൾ പൊറോട്ടക്കുള്ള ഓരോരോ ബോൾസാക്കി ഇത് ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ആവശ്യത്തിനുള്ള എണ്ണ തടവി റെഡിയാക്കി വെക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഡ്യൂട്ടി ഇന്നിപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ആദ്യം നമുക്കിങ്ങനെ ഓരോരോ ബോൾസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോ ബോൾസും എടുത്തിട്ട് നമ്മളെ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് ആ ബോൾസിനൊന്ന് റൗണ്ടാക്കി എടുത്തിട്ട് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു എണ്ണയിൽ കുറച്ച് നേരം കൂടെ അത് ഇരിക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിങ്ങനെ ലെവലാക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പാത്രത്തിൽ അടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു തുണി കൊണ്ട് മൂടിയിട്ട് കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നതിന് ശേഷം ബാക്കി പണി പിന്നീടാണ് വരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം ഓരോന്ന് പിന്നുള്ളതൊക്കെ ഇപ്പാൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. ഓരോ ബോൾസ് എടുത്തിട്ട് അത് പരത്തി എന്തൊക്കെ കട്ടിക്കുട്ടി റൗണ്ടൊക്കെ ആക്കിയത് നമ്മൾ പൊറോട്ടൻ്റെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ പൊറോട്ട ഷേപ്പിലെടുത്ത് പരത്തി എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അടുപ്പ് കത്തിക്കുകയാണ്. അടുപ്പ് കത്തിച്ച് നമ്മുടെ ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, പൊറോട്ട ചുട്ടെടുക്കാനുള്ള ആ ഉപ്പിടുത് പരത്തിയിട്ട് ഞാനിതേ പുറത്ത് പോയിട്ട് ചുട്ടെടുക്കും. അതാട്ടെ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞത്. അങ്ങനെ കല്ലൊക്കെ നല്ല ചൂടായി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനോട് പൊറോട്ട ചുട്ടുതരുമോ അല്ലെങ്കിൽ പൊറോട്ട നമുക്ക് ചുട്ടുതരും എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞതായിരുന്നു. പക്ഷേ നമുക്ക് സാധിച്ചു തന്നു കേട്ടോ. ആദ്യം പറഞ്ഞ് വെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഹെൽപ്പറായിട്ട് നിൽക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ സെറ്റാക്കി തന്നു. പിന്നെ ഉപ്പ തന്നെ ആട്ടോ ബാക്കിയൊക്കെ ചെയ്തത്. ഇപ്പം ഞാൻ ചെയ്തോളാം, നോക്കി നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു കയ്യാളായിട്ട് ഇപ്പം എൻ്റെ അടുത്ത് നിന്നുണ്ടായിരുന്നു. പിന്നെയൊക്കെ ഇപ്പം സെറ്റാക്കി തന്നു. അപ്പോൾ പൊറോട്ട ചൂട് പൊറോട്ട ഇങ്ങനെ അതിങ്ങനെ അടിച്ച് ലെവലാക്കി എടുക്കുന്നൊക്കെ ഉണ്ട്. അത് ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇപ്പം തന്നെയാണ് അതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വീണ്ടും പൊറോട്ട ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ പൊറോട്ടൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ കൂടെ തിരുവക്ക് ലൈസ്മോൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് ഫെബി കുട്ടികളെ കുറുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ഗ്രീൻ പീസായിരുന്നു കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കാക്കും അൽത്താഫിനും എനിക്കും ഫെബിക്കൊക്കെ മസാലക്കറിയാണ് കൂടുതലിഷ്ടം. പക്ഷേ വീട്ടിൽ ഉപ്പാക്കും മകൊക്കെ തേങ്ങരച്ച കറിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മസാലക്കറിയും കുറച്ച് തേങ്ങരച്ചത് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ മസാലക്കുള്ള കൂട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലെമ്മോളിട്ടാൻ വേണ്ടി ഊഞ്ഞാലിട്ടാണ്. അപ്പോൾ ഇവർക്ക് ഇരിക്കണം. അങ്ങനെ പിന്നെ ഇവർ കുറച്ച് ഇരുന്ന് ആടട്ടെ എന്ന് കരുതി ആ ക്യാപ്പിൽ ലെമ്മോൾ എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. വളരെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളത് അവിടെ നിന്ന് അങ്ങനെ കുറച്ച് നേരം പിന്നെ അവർ ഊഞ്ഞാലാട്ടി കൊടുത്തിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കറിയിലോട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വന്നു. നമ്മുടെ ഗ്രീൻ പീസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാല ഒന്നും കൂടെ വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ ഗ്രീൻ പീസിലേക്ക് കടുക് വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഏകദേശം നോമ്പ് തുറക്കാനൊക്കെ ആകുമ്പോഴത്തേന് ലെമ്മോൾക്ക് ഫുഡ് എടുക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ നോമ്പ് തുറക്കാൻ പറ്റുമല്ലോ. അതിൻ്റെ ഇടയിൽ ഇവർ സൈക്കിൾ ഓട്ടുന്നുണ്ട്. അപ്പോൾ ഇനിമോൾക്ക് ഖുറാൻ ഓതണം. അപ്പോൾ അതിൻ്റെ തിരക്കും എല്ലാം കൂടെ ഒരു
ഇതായിരുന്നു. പിന്നെ ഇത് അയാൻ മോനെ പള്ളിയൊക്കെ വീണോ നോമ്പെടുത്തേ മുതലാണ് എല്ലാ ദിവസവും പള്ളിയിൽ തന്നെയായിട്ട് നോമ്പ് തുറക്കുന്നത്. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ വാട്ടർമെലൻ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, അതുപോലെ ഇത് നമ്മൾ ചെറുനാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു കുപ്പി ഐസും വെള്ളവും വാട്ടർമെലൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ മക്കളൊക്കെ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കഴിക്കുകയാണ്. മക്കൾക്ക് നമ്മൾ ഗ്രീൻ പീസിൻ്റെ തേങ്ങ അരച്ച കറിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൂടുതൽ സ്പൈസി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മക്കൾക്ക് അതാട്ടോ കൊടുത്തത്. പിന്നെ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് കരുതി പൊറോട്ട കൊടുന്ന് വെച്ചിട്ടുണ്ട്. കാരണം പൊരിക്കടി ഉണ്ടായിട്ടില്ല, ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇക്കാക്ക കുറച്ച് ലേറ്റായി എത്താൻ, അപ്പോൾ നമ്മൾ വേണ്ടാന്ന് കരുതി. നമ്മൾ ആദ്യം ഉണ്ടാക്കാമെന്ന് കരുതി, പിന്നെ ഇക്കാക്ക വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ലേറ്റായി, അപ്പോൾ പിന്നെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നു, ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. പിന്നെ ഫ്രൂട്ട്സ് കഴിച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പൊരിക്കടി ഒന്നും കൂടുതലായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി, നോമ്പ് തുറന്നേക്കന്നെ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി നമ്മൾ നേരെ പ്ലേറ്റൊക്കെ എടുത്തു. ഇതേ ഫുഡൊക്കെ വിളമ്പി ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് മാത്രമാണ് കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനതാ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോസ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ചേട്ടാ.